ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നു കുറേ നാൾക്ക് ശേഷം. ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോവാണ്. ഇതെൻ്റെ കോസ്റ്റ്യൂം. പിന്നെ ആദ്യം തന്നെ നമ്മൾ സൺസ്ക്രീമാണ് ഫേസിൽ എടുത്ത് പൂശാൻ പോകുന്നത് ഗായ്സ്. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മൾ SPF 15++ വരുന്ന ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീമാണ് സംഭവം. നമ്മൾ കൂടുതലും സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ SPF 15++ വരുന്ന മാത്രം യൂസ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ഫേസിന് കൂടുതലും സേഫ്. മറ്റതും സേഫാണ്, എന്നാലും നമ്മൾ കൂടുതലും പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തലമുടി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. കാര്യം നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി ഒരു ബോ വെച്ച് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ വലുതായിട്ടൊന്നും കിടന്ന് ചീവാനും വേണ്ടിയാണ് തലയിൽ മുടിയൊന്നും ഇല്ല ഗായ്സ്. 5-6 പൂജപ്പുഴ മാത്രമേ ഉള്ളൂ. ഒരു ബോ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് വൈറ്റ് ടോണാണ്. നമ്മൾ പൗഡർ ഇടുന്നതോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇടുന്നതോ പോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ടോൺ മാത്രം ഇട്ടിട്ട് പോകുന്നത്. കാര്യം എനിക്കതിടുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത് കടയിൽ നിന്നാണ്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യാം, കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കാണും. ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഫേസിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല. കാര്യം വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ നന്നായിട്ട് തേച്ച് ഫേസിൽ പറ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ പറയും, "ദോ ഇല്ല ചതിക്കാത്ത ചന്തുവിനെ സലീം കുമാർ പോകുന്നെന്ന്" പറയും. അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പറ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ആൾക്കാർ അതും ഇതും പറയും. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്കൊരു നാണക്കേടില്ലേ ഗൈസ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതുക. ഞാൻ വാലിട്ടിട്ടാ കണ്ണെഴുതാത്തുള്ളൂ. കാര്യം എനിക്ക് വാലിടണം, പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ. പിന്നെ അടിയിലൊന്നും ഞാൻ കണ്ണെഴുതി കൊടുക്കാറില്ല, മുകളിൽ മാത്രം എഴുതും. എനിക്ക് വാലിട്ടില്ലെങ്കിൽ ഒരുമാതിരിയാണ് ഗായ്സ്. എനിക്ക് വാലുള്ളത് കൊണ്ടാണോ, എന്നാലും ഞാൻ നന്നായിട്ട് കണ്ണെഴുതി കൊടുക്കും. എനിക്ക് എവിടെ പോയാലും കണ്ണെഴുതണം. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം കണ്ണെഴുതാതെ പുറത്തോട്ടൊക്കെ പോകാൻ പഠിച്ചത്. കാര്യം കല്യാണം കഴിച്ചാൽ ഒന്നിനും സമയമില്ല, പ്രാരാബ്ദം, വീട്ടിലെ ജോലി, അങ്ങനത്തെ കൊണ്ട്. എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടാ. എനിക്ക് ഫോണിൽ കുത്തലെ പണിയാണുള്ളത്. കണ്ണെഴുതി സെറ്റായെന്ന് തോന്നുന്നു ഗായ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? അവിടെ ഫാനിൻ്റെ ബഹളം ഉള്ളതുകൊണ്ട് TV ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു ഗായ്സ്. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അടിയിലൊന്നും വരച്ച് വെക്കാറില്ല. പിന്നെ പൊട്ട് ഞാൻ ഒട്ടിപ്പൊട്ടാണ് ഇടാറ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നെറ്റിയിൽ കുറേ പടങ്ങൾ വരച്ച് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി മടുക്കുമ്പോൾ അടുത്തത്. അങ്ങനെയാണ് ഗൈസ് സാധാരണ മനുഷ്യർ. ഇനി നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുക. ഇത് നമ്മുടെ SPF 15 വരുന്ന ലിപ് ബാം തന്നെയാണ്. പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് അയച്ചു തരാം. പിന്നെ നമ്മൾ ലിപ് ബാം ഇടുക. ഇത് കളറുള്ള ലിപ് ബാമൊന്നും അല്ല ഗായ്സ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ് ബാം ഇട്ടതിന് ശേഷം എൻ്റെ അനിയത്തിയുടെ ഏതോ ഒരു ഷെയ്ഡ് ലിപ് ബാം ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് പൂശാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് പണി കിട്ടിയിട്ടുള്ളതിന് ശേഷമാണ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്ത് തുടങ്ങിയത്. കാര്യം എൻ്റെ ഏതോ ഒരു ഷെയ്ഡ് ലിപ് ബാം അല്ല, ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടാ. ഫ്ലിപ്കാർട്ട് ഓർഡർ ചെയ്തതാണ്, ഏതാണെന്നറിയില്ല. അതിട്ടപ്പോൾ തൊട്ട് എൻ്റെ ലിപ്സ് മറ്റേ ചൂട് കുരു ഉണ്ടല്ലോ വരുന്ന പോലെ വന്ന് പണിയായി. ചുണ്ടൊക്കെ കാണണമായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ ആയി. പിന്നെ ഈ ലിപ് ബാം വന്നതിന് ശേഷമാണ് എൻ്റെ ചുണ്ട് ശരിയായത്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഗായ്സ്. നമ്മൾ നേരത്തെ തലയിൽ വെച്ചതൊന്ന് നേരെ കോതിയിട്ട് വെക്കാം. 5-6 പേര് കാണുന്നതല്ലേ. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ വന്നിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചിലർ പറയില്ലേ, "ദേ ഇല്ല വിഷ്ണുവിൻ്റെ പെണ്ണാ പോകുന്നേ, വിഷ്ണുവിൻ്റെ പെണ്ണാ പോകുന്നേ" ഞാൻ പോകത്തില്ലേ, പറയത്തില്ലേ. നമ്മളെന്ന്
വിഷ്ണുവിൻ്റെ പെണ്ണ പോകുന്നേ, കാണാനൊക്കെ കൊള്ളാമൊക്കെ പറയണമെന്ന് ഉണ്ട്. അതുകൊണ്ടൊക്കെ ഒരുങ്ങി കെട്ടി പോകണത്. നമ്മളെ കാണാൻ നമുക്കെങ്കിലും ഇഷ്ടപ്പെടണ്ടേ. പിന്നെ 2 വള ഇട്ട് കൊടുക്കാം. ഇതെനിക്ക് ചേട്ടൻ മലക്കോട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന വളയാണ് ഗായ്സ്. എനിക്കിഷ്ടമായി. ഇതൊന്നുമല്ല, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം.